ശ്രീ ബ്രിഗേഡിയർ നീഷെ ബാലൻ, നോക്കൂ, നേരത്തെ ശ്രീ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ച പോലെ 71-ൽ 26 സൈനികർ, അവരുടെ അവസ്ഥ എന്താണ്? ഇപ്പോഴും അത് ദുരൂഹമായി തന്നെ അവശേഷിക്കുകയാണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത്രയും കാലാവധി കഴിഞ്ഞ സ്ഥിതിക്ക് അവർ ഇനി തിരിച്ച് കിട്ടുമോ എന്നുള്ള കാര്യം വളരെ സന്ദിഗ്ധമായിട്ടുള്ളൊരു വിഷയമാണ്. ഇനി അതിൽ മലയാളികളുണ്ടോ? നമ്മളുടെ കയ്യിൽ ഇത്രയധികം തടവുകാരുണ്ടായിരുന്നു. നമ്മൾ മലയാളികൾ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ ആ ലിസ്റ്റ് എൻ്റെ കയ്യിലില്ല. എന്നിരുന്നാലും ഈ അടുത്ത് തന്നെ ഒരു 2-3 ദിവസം മുമ്പ് തന്നെ അവിടെ ഉള്ള ഒരു തടവിലുള്ള ഉണ്ടായിരുന്ന ഒരു എയർഫോഴ്സ് ഓഫീസറിൻ്റെ ഭാര്യയുടെ ഒരു ബ്രോഡ്കാസ്റ്റ് ഈ 2-3 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അവർ പുതിയതായിട്ട് കല്യാണം കഴിച്ച് അവരവിടെ ബോർഡറിലുണ്ടായിരുന്നതാണ്. ആ സമയത്ത് ഓഫീസർ അവരെ തിരിച്ചു പറഞ്ഞയച്ചു. യുദ്ധം തുടങ്ങുമ്പോൾ യുദ്ധത്തിന് പാകിസ്ഥാൻ ആ വിമാനം പിടിച്ചെടുത്തു, തകർന്ന് വീണ് കഴിഞ്ഞ് പൈലറ്റിനെ പിടിച്ചെടുത്തു എന്നുള്ളതുവരെ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇത്രയും കാലം കഴിഞ്ഞിട്ട്, അതായത് ഒരു 55 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനെ പറ്റി ഒരു വിവരമൊന്നുമില്ല. അതുപോലെ പല കുടുംബങ്ങളും ഉണ്ട്. ഇതല്ലാതെയും അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു ഘട്ടത്തിൽ ഒരു ലക്ഷത്തോളം യുദ്ധത്തടവുകാർ നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മുടെ ആളുകളെ എന്തുകൊണ്ട് തിരിച്ചു ചോദിച്ചില്ല എന്നുള്ളത് വളരെ ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം ഉണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തിൻ്റെ പൗരന്മാരുടെ താല്പര്യവും സുരക്ഷയുമാണ് നമ്മൾക്ക് പ്രധാനം. അതിലപ്പുറം വേറെ ഒന്നുമില്ല. നമ്മൾക്ക് സാമ്പത്തികമായി ഉയർച്ച വേണം, അത് തീർച്ചയായിട്ടും വേണം. പക്ഷേ അത് നമ്മളുടെ സുരക്ഷയുടെ പുറത്തായിട്ട് വരരുത്. ഇതൊന്നുമില്ലായിരുന്നിട്ടും 90% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്ന സമയത്ത് നമ്മൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുപോലെ യുദ്ധം ചെയ്യുന്നത് എപ്പോഴും ജയിക്കാനല്ല. നമ്മൾ യുദ്ധം ജയിക്കാൻ ഉള്ള ഒരു ഉറപ്പ് വേണം. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒരു ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ എന്ത് വന്നാലും നമ്മൾ യുദ്ധത്തിന് തയ്യാറായിരിക്കണം. നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള തെളിവുകളും ഉണ്ടായിരുന്നു. കസബ് പാകിസ്ഥാൻ പൗരനാണെന്ന് നമുക്കറിയാമായിരുന്നു. കസബും ഇസ്മയിലും അവരുടെ പാകിസ്ഥാൻ്റെ ISIയുടെ ഒരു മേജറുമായിട്ടുള്ള സംസാരത്തിൻ്റെ ലൈവ് ബ്രോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. ആ മേജർ നിർദ്ദേശിക്കുന്നത് എല്ലാവരും കേട്ടിരുന്നു. ഇതിലപ്പുറം എന്താണ് വേണ്ടത്? പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെ നിന്നാണ് ഏത് സ്ഥലത്ത് നിന്നാണ് വന്നതെന്നുള്ളതിന് തെളിവുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഏത് കപ്പലിലാണ് അവർ നമ്മുടെ ഇന്ത്യൻ ഫിഷിംഗ് ബോട്ട് കീഴടക്കി എന്നുള്ളതിനുള്ള തെളിവുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും ഏത് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തതെന്നുണ്ടായിരുന്നു. എല്ലാ തെളിവുകളും നമ്മൾ ഹാജരാക്കേണ്ടത് ഒരു അന്താരാഷ്ട്ര കോടതിയൊന്നുമല്ല. ഇത് രാഷ്ട്രതന്ത്രമാണ്. രാഷ്ട്രത്തിന് എന്ത് കോട്ടം വന്നാലും അത് സംരക്ഷിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളാണ്. അവരെ അതുകൊണ്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, ജനങ്ങളുടെ സംരക്ഷയ്ക്ക് വേണ്ടി. ഇതിലപ്പുറം തെളിവുകളൊന്നും ഹാജരാക്കാനില്ല. ഇത്രയും സ്പഷ്ടമായിട്ട് തെളിവുകളുള്ള ഒരു ഭീകരാക്രമണവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള പഹൽഗാമിൽ വരെ ഇത്ര തെളിവുകളില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ പോയി ആക്രമിച്ചില്ലേ? അപ്പോൾ ഏത് രേഖകളാണ് നമ്മൾ ഒരിക്കലും ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കരുത്? ഈ അതിർത്തി കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ നമ്മളുടെ ഒരു തട്ടിൽ അപ്പുറം നിങ്ങൾ കളിക്കാൻ വന്നാൽ ആ കളി കയ്യാങ്കളിയായി നമ്മൾ അപ്പുറത്തെത്തിക്കും എന്നുള്ള ഒരു ഉറപ്പ് വേണം, ഒരു തീരുമാനം വേണം, ഒരു ദൃഢത വേണം. ആ ദൃഢത ജനങ്ങളിൽ എത്തിക്കണം. എന്നാലേ ജനങ്ങൾക്ക് സുരക്ഷാബോധം ഉണ്ടാവുകയുള്ളൂ. അവർ രാഷ്ട്ര നിർമ്മാണ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു മനസ്സമാധാനത്തോടു കൂടി പോവുകയുള്ളൂ. അതിനുവേണ്ടി പോലീസും പട്ടാളവും വളരെയധികം സജ്ജമാണ്. അത് അവർക്ക് എന്തെങ്കിലും ഒരു കുറവുകളുണ്ടെങ്കിൽ പോലും ആയുധങ്ങളിലോ അല്ലെങ്കിൽ സാമഗ്രികളിലോ ഇൻ്റലിജൻസിലോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പോലും യുദ്ധം ചെയ്യാൻ അവർ ഒരിക്കലും മടിക്കില്ല. അല്ലെങ്കിൽ ഈ പോലീസുകാർ തന്നെ ഇപ്പോൾ ആന്തരിക സുരക്ഷയ്ക്ക് വേണ്ടി അവർ രാവിലെയും രാത്രിയും പകലും ഒന്നുമില്ലാതെ ചൂടും തണുപ്പും എല്ലാം മറിച്ചുകൊണ്ട് അവരെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ അവർക്കില്ലാത്ത കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. അവർ അതിനുവേണ്ടി തയ്യാറെടുത്തുണ്ടോ, അവർക്ക് അതിനുവേണ്ടിയുള്ള ഊർജ്ജമുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ നോക്കേണ്ടതുള്ളൂ. അതില്ലെങ്കിൽ അതിനുവേണ്ട നിലപാടുകളും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഭരണാധികാരികളാണ്. അവരെ താല്പര്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ
ഇപ്പോൾ നമ്മൾ കാണിച്ചത് നമ്മളുടെ 20 പേരോ 30 പേരോ നമ്മളെ അപായപ്പെടുത്താനായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രം തുനിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി തിരിച്ചടിക്കും. നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ പുറത്താണ് നമ്മുടെ ആളുകൾ സുരക്ഷ ഇല്ല, അസുരക്ഷാവസ്ഥയില്ലാതെ നിൽക്കുകയാണ്. യുക്രൈനിലോ അല്ലെങ്കിൽ റഷ്യയിലോ നിൽക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ഗൾഫിലോ അല്ലെങ്കിൽ വേറെ ഇസ്രായേലിലോ നിൽക്കുന്ന ആളുകളെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണ്? നമ്മളുടെ പൗരന്മാരുടെ സുരക്ഷിതത്വം നമ്മളുടെ എപ്പോഴും പ്രാധാന്യം അർഹിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ പട്ടിണി കിടന്നിട്ടാണെങ്കിലും നമ്മൾ അത് നിർവഹിക്കണം. അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. അതിന് ലംഘിക്കാൻ ആർക്കും അവകാശമില്ല, സർക്കാരിന് പോലും. ബ്രിഗേഡിയർ സാർ, ഒറ്റ കാര്യത്തിൽ കൂടെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതായത് 2016 ശേഷമാണ് നമ്മളൊക്കെ സർജിക്കൽ സ്ട്രൈക്ക് അങ്ങനെ ഒരു ടേം തന്നെ നമ്മൾ അറിയുന്നത്, മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റെജി അവകാശപ്പെട്ടത് UPA സർക്കാരിൻ്റെ കാലത്ത് 6 സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? 2016 ഉറി നടന്ന സർജിക്കൽ സ്ട്രൈക്ക് അല്ലാതെ UPA സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അതിനുള്ള ചങ്കൂറ്റം UPA സർക്കാരിൻ്റെ കാലത്ത് ഈ നമ്മുടെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്ത ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടോ? അതിർത്തിയിൽ, പ്രത്യേകിച്ച് കാശ്മീർ അതിർത്തിയിൽ, ഇൻഡോ പാക് കാശ്മീർ അതിർത്തിയിൽ ചിലപ്പോൾ പരോക്ഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാർഗിൽ ഉണ്ടായാൽ അതുപോലെയാണ്. കാർഗിൽ മാത്രമല്ല, മിക്കവാറും ഇത് കാശ്മീരിലുള്ള പാകിസ്ഥാൻ അതിർത്തിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അത് 1 കിലോമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതൊന്നും സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കാറ്റഗറിയിൽ വരില്ല. അതായത് അതിന് ഹോട്ട് പെർസ്യൂട്ട് എന്ന് പറയും. നമ്മളുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു ആക്രമണം കാണിച്ചിട്ട് പാകിസ്ഥാൻ സൈന്യമോ ഏതെങ്കിലും ഒരു വിദേശ സൈന്യമോ അല്ലെങ്കിൽ ഒരു വിദേശത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ടെററിസ്റ്റുകളോ, അത് ബംഗ്ലാദേശിൻ്റെ അവിടെയും നമ്മൾ ഈ ഹോട്ട് പെർസ്യൂട്ട് നടത്തുന്നുണ്ടായിരുന്നു. അത് ഏതൊരു രാഷ്ട്രത്തിൻ്റെ ഒരു അവകാശമാണ്. അത് ടെററിസ്റ്റുകൾ ആക്രമണം കഴിഞ്ഞിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ അവരുടെ പുറകെ കുറച്ച് അകത്ത് വരെ പോയിട്ട് നമ്മൾ അവരെ പിടിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യും. അല്ലാതെ വെറുതെ പീരങ്കികൾ ഫയർ ചെയ്തുകൊണ്ട് അതൊന്നും സർജിക്കൽ സ്ട്രൈക്കായിട്ട് ആ ഗണനയിൽ പെടുത്തുന്നില്ല. സർജിക്കൽ സ്ട്രൈക്ക് ഒരു സൈന്യത്തിൻ്റെ ഒരു ഓപ്പറേഷൻ ആണെങ്കിലും അതിന് തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ പറയാതെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ വെറും 5-10 പേര് പോയി അവിടെ ഒരാളെ കൊന്നിട്ട് വന്നു, അതൊന്നും സർജിക്കൽ സ്ട്രൈക്കല്ല. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള നമ്മൾ വിലയിരുത്തി നമ്മളൊരു ടാർഗറ്റ് സെലക്ട് ചെയ്തിട്ട് ഒരു ടെററിസ്റ്റിൻ്റെ കേന്ദ്രമോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റിൻ്റെ ക്യാമ്പോ അല്ലെങ്കിൽ ഒരു സൈനിക പോസ്റ്റുകളോ അവിടെ ആക്രമിച്ച് അവിടെ നാമവൽക്കരണമാക്കി തിരിച്ചു വരുന്ന, അതാണ് സർജിക്കൽ സ്ട്രൈക്ക്. അതായത് വളരെ പ്രിസൈസായിട്ട് പ്ലാനിങ്ങോടുകൂടി അതിനുവേണ്ടി സമ്മതം തരണം. അല്ലാതെ പട്ടാളത്തിന് തോന്നുമ്പോൾ പോയി വരാനും മാത്രമൊന്നുമല്ല ഇതിനു വേണ്ടി ഉള്ള ഒരു ചിട്ടകളുണ്ട്, ഒരേ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ പടവുകളെല്ലാം കടന്നിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്ര സുരക്ഷാ നയം ആണ്, അല്ലാതെ ഒരു സൈന്യത്തിൻ്റെ ഒരു നയമല്ല. സൈന്യം എന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പോൾ 10 കിലോമീറ്ററോ 20 കിലോമീറ്ററോ പോയി ആക്രമിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട്, അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ള ആ തോതിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് വെറുതെ ഒരു അതിർത്തി കടന്നുകൊണ്ടത് മാത്രം അത് സർജിക്കൽ സ്ട്രൈക്കായി തീരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, റെജിക്ക് അത് മനസ്സിലായി കാണും.